ഇനിയുള്ളത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാല് ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. വ്യാഴം 12-ലാണ്. സൂര്യനും ബുധനും അവിടെ യോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പൊതുവെ അനുകൂലമല്ല എന്ന് പറയേണ്ടതുണ്ട്. എങ്കിലും ഗവേഷണം നടത്തുന്നവർ, അതുപോലെ ആശുപത്രി സംബന്ധമായിട്ടുള്ള ജോലികൾ, വിദ്യാഭ്യാസം, അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളവർക്കൊക്കെ കുറച്ച് പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ജോലികളൊക്കെ ഉദ്ദേശിച്ചതിനേക്കാൾ, ചില പ്രൊജക്റ്റൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഉദ്ദേശിച്ച കാലത്തിന് തീർക്കാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 11-ലാണ് ചൊവ്വ. അത് സുഹൃത്തുക്കൾ മുഖാന്തരമുള്ള ചില ബിസിനസ് ബന്ധങ്ങളുമൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് പഴയ ചില കുടിശ്ശികകളും മറ്റുമൊക്കെ തിരിച്ച് കിട്ടാനും, അതുപോലെ ശമ്പള വർധനവോ ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതും ഒക്കെ ഉണ്ടാകാം. ചില മറ്റ് ഇതര വരുമാനങ്ങൾ ഒക്കെ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ, ചില രോഗങ്ങളുള്ളവർക്കത് മൂർച്ഛിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഉറക്കക്കുറവ് കൊണ്ടും അതുപോലെ ചില മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് വേണ്ടത്ര വിശ്രമവും ഒക്കെ ഇതിനോടൊപ്പം തന്നെ, അതുപോലെ ധ്യാനം ചെയ്യുന്നതും, ഏകാഗ്രമായിട്ടുള്ള ധ്യാനവും ഒക്കെ ഇതിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ക്ഷമയോടുകൂടി സന്ദർഭങ്ങളിൽ ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. മക്കളുടെ സംബന്ധിച്ച് നല്ല ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ഒരു പരിഹാരമായിട്ട് ആദിത്യനെ വണങ്ങുക, ആദിത്യ ഹൃദയ മന്ത്രം ഒക്കെ ജപിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മിയെ പൂജിക്കുക, അല്ലെങ്കിൽ മഹാലക്ഷ്മി സമേതനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര ദർശനം, ഇതൊക്കെയും നല്ലതാണ്. ഗോതമ്പ്, അതുപോലെ ചില മധുര പലഹാരങ്ങൾ, ഇതൊക്കെ ദാനം ചെയ്യുന്നതും ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്.